ഇന്നത്തെ ധ്യാനം പെന്തക്കോസ്റ്റ് ശബ്ദങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ദൈവിക ശബ്ദം. പെന്തക്കോസ്റ്റ് ഡിവൈൻ വോയിസ് ഇൻ എ നോയ്സി വേൾഡ്. നാം ഇന്ന് ജീവിക്കുന്നത് ശബ്ദങ്ങൾ ജീവിതത്തിന്റെ പശ്ചാത്തല സംഗീതമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ്. രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിരവധി ശബ്ദങ്ങൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ശ്രമിക്കുന്നു. നോട്ടിഫിക്കേഷനുകൾ മുഴങ്ങുന്നു, വാർത്താ ചാനലുകൾ തുടർച്ചയായി സംസാരിക്കുന്നു, സോഷ്യൽ മീഡിയ നിരവധി അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നു. മനുഷ്യചരിത്രത്തിൽ ഇത്രയും വിവരങ്ങൾ ലഭ്യമായ മറ്റൊരു തലമുറ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അനേക ഹൃദയങ്ങൾ ശൂന്യവും ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും തുടരുകയാണ്. നാം ശബ്ദങ്ങളാൽ ചുറ്റപ്പെട്ടവരാണ്. പക്ഷേ യഥാർത്ഥമായ ദൈവിക ശബ്ദം കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നവരുമാണ്. ഈ തലമുറ സാങ്കേതികമായി വളരെയധികം വിജയത്തിൽ എത്തിയ തലമുറയാണ്. പക്ഷേ ആധ്യാത്മികമായി അകന്നുപോയവരാണോ എന്ന സംശയം നിൽക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴും എല്ലാവരും വ്യത്യസ്ത സ്ക്രീനുകളിലേക്കാണ് നോക്കുന്നത്. ആളുകൾ സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും പുതിയ ട്രെൻഡുകളെയും ഒക്കെ അറിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. ആധുനിക ലോകം ഓരോ നിമിഷവും വിവരങ്ങൾ നൽകുന്നു, എന്നാൽ സമാധാനം നൽകുന്നതിൽ പരാജയപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഉത്കണ്ഠയും ഭയവും ഏകാന്തതയും ആധ്യാത്മികമായ കുറവും വർദ്ധിക്കുകയാണ്. ദിവസവും ആയിരക്കണക്കിന് ശബ്ദങ്ങൾ കേൾക്കുന്ന മനുഷ്യൻ ഇന്നും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങ് എന്നോട് എന്താണ് പറയുന്നത്? കർത്താവേ, അങ്ങ് എന്നോട് എന്താണ് പറയുന്നത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം നമ്മളെ മറ്റൊരു ശബ്ദക്കുഴപ്പമുള്ള സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്ന് സ്മാർട്ട് ഫോണുകളോ മീഡിയകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയം, ആശയക്കുഴപ്പം, നിരാശ, അനിശ്ചിതത്വം എന്നിവയുടെ ശക്തമായ ശബ്ദങ്ങൾ നിറഞ്ഞിരുന്നു. ക്രൂശീകരണത്തിന് ശേഷം ഭയം അവരെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു. എന്നാൽ ആ ഭയത്തിന്റെ മുറിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കടന്നു വന്നു. അവിടുത്തെ ആശയക്കുഴപ്പത്തിലേക്ക് ക്രിസ്തുവാകുന്ന സമാധാനം വന്നു. ഭയത്തിനിടയിൽ ലക്ഷ്യം വന്നു. ആശയക്കുഴപ്പത്തിനിടയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു. ഓരോ ശബ്ദങ്ങൾ നിറഞ്ഞ തലമുറയിലും ദൈവം ഇന്നും സംസാരിക്കുന്നു എന്നത് ഇന്നത്തെ ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1. ഗോഡ്സ് വോയിസ് എൻറ്റേഴ്സ് ലോക്ക്ഡ് റൂംസ്. ദൈവത്തിന്റെ ശബ്ദം അടഞ്ഞ മുറികളിലേക്ക് കടന്നു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം: ഭയം നിമിത്തം വാതിലുകൾ അടച്ചിരുന്നു. ശിഷ്യന്മാർ ശാരീരികമായി ഒരു മുറിക്കുള്ളിലായിരുന്നു, എന്നാൽ മാനസികമായി അവർ ഭയത്തിന് തടവറയിലായിരുന്നു. അവരുടെ ഗുരു ക്രൂശിക്കപ്പെട്ടിരുന്നു. ഭാവി അനിശ്ചിതത്വമായി തോന്നി. വാതിലിൽ കേൾക്കുന്ന ഓരോ മുട്ടലും അപകടത്തിന്റെ ശബ്ദമായി അവർ കരുതിയിരിക്കാം. ഒളിച്ചിരിക്കുക മാത്രമാണ് സുരക്ഷിതമെന്ന് അവർ വിചാരിച്ചു. ഭയം അവരെ ഒരു തടവറയിൽ അടച്ചു. പലപ്പോഴും നമ്മെ ചുറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മതിലുകൾ ഇഷ്ടിക കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, വികാരങ്ങളും ചിന്തകളുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് ജനങ്ങൾ അദൃശ്യമായ അടഞ്ഞ മുറികളിൽ ജീവിക്കുന്നു. ചിലർ ചിരിക്കുന്നുണ്ട്, പക്ഷേ പിന്നിൽ വലിയ വിഷാദം ഒളിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് പരാജയ ഭയം, നിരസിക്കപ്പെടുമെന്ന ഭയം, വിമർശന ഭയം, ഇങ്ങനെ ഭയത്തിന്റെ നിരവധി അനുഭവങ്ങളിൽ ലോകത്തിൽ ആളുകൾ ജീവിക്കുകയാണ്. ചിലർ നിരാശയുടെയും മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളുടെയും തടവറയിലാണ്. സമൂഹം ആളുകളെ വേദന മറച്ചു വെക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ മനോഹരമായ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ തകർന്ന ഹൃദയങ്ങളും പ്രത്യാശ തേടുന്ന ആത്മാക്കളുമുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം മനോഹരമായ ഒരു സത്യം പറയുന്നു: അടഞ്ഞ വാതിലുകൾ യേശുവിനെ തടയുവാനായിട്ട് സാധ്യമല്ല. അടഞ്ഞ വാതിലുകൾ യേശുവിനെ തടയുവാൻ സാധ്യമല്ല. മനുഷ്യർക്ക് കടക്കാൻ കഴിയാത്ത മുറികളിലേക്ക്, അനുഭവങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് യേശുവിന് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഭയം അവനെ തടയുകയില്ല. മതിലുകൾ അവനെ തടയുകയില്ല. അടഞ്ഞ സാഹചര്യങ്ങൾ യേശുവിനെ തടയുകയില്ല. ദൈവം സംസാരിക്കുമ്പോൾ ഒരു തടസ്സത്തിനും അവിടുത്തെ സാന്നിധ്യത്തെ തടയുവാനായിട്ട് സാധ്യമല്ല. ഇന്നും അതേ യേശു
നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടഞ്ഞ ജോലി സാഹചര്യങ്ങളിലേക്കും അടഞ്ഞ സ്വപ്നങ്ങളിലേക്കും അടഞ്ഞ ഹൃദയങ്ങളിലേക്കും അടഞ്ഞ അനന്തമായ സാധ്യതകളിലേക്കും കടന്നു വരുന്നു. നോ ലോക്ക് ഡോർ ക്യാൻ സ്റ്റോപ്പ് എ റിസറക്റ്റഡ് സേവിയർ. ഉയർത്തെഴുന്നേറ്റ രക്ഷകനെ ഒരു അടഞ്ഞ വാതിലിനും തടയുവാൻ സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റ രക്ഷകനെ ഒരു അടഞ്ഞ വാതിലിനും തടയുവാൻ സാധ്യമല്ല. 2, ഗോഡ്സ് വോയിസ് സ്പീക്സ് പീസ് ഇൻ എ വേൾഡ് ഓഫ് പാനിക്. ഭയവും ആശങ്കയും നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന്റെ ശബ്ദം സമാധാനം സംസാരിക്കുന്നു. യേശു മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ശാസനയുടെ വാക്കുകളായിരുന്നില്ല. യേശു ചോദിച്ചില്ല, നിങ്ങൾ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? യേശു പറഞ്ഞത്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ യേശു മനസ്സിലാക്കി. ദൗത്യം നൽകുന്നതിന് മുമ്പ് യേശു അവരുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കി. ക്രിസ്തു ആദ്യം അവർക്ക് ഉള്ളിലുള്ള സമാധാനം നൽകി, പിന്നീടാണ് പുറമേയുള്ള ദൗത്യം നൽകുന്നത്. ഇന്നത്തെ തലമുറ സമാധാനത്തിനായി ആഗ്രഹിക്കുന്നു. നാം കേൾക്കുന്ന വാർത്തകൾ ഭയം സൃഷ്ടിക്കുന്നു. സാമ്പത്തിക അനിശ്ചിതത്വം സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇന്നത്തെ ബന്ധങ്ങൾ മാനസിക ഭാരം സൃഷ്ടിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പലർക്കും അവരവർ തന്നെ മതിയാകുന്നില്ലെന്ന് തോന്നുന്ന സാഹചര്യം. വിജയിക്കാനുള്ള സമ്മർദ്ദം, മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള സമ്മർദ്ദം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാനുള്ള സമ്മർദ്ദം. ലോകം നമ്മെ ഓരോരുത്തരെയും ചിലപ്പോഴെങ്കിലും മാനസികമായി ക്ഷീണിപ്പിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ യേശു നൽകുന്ന സമാധാനം ലോകത്തിന് സൃഷ്ടിക്കാൻ കഴിയാത്തതാണ്. അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതല്ല. അത് കൊടുങ്കാറ്റിന്റെ അഭാവമല്ല. കൊടുങ്കാറ്റിനുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ലോകം പറയുന്നു എല്ലാം നിയന്ത്രിക്കുക, എന്നാൽ ക്രിസ്തു പറയുന്നു എന്നിൽ ആശ്രയിക്കുക, എന്നിൽ ആശ്രയിക്കുക. The loudest voice around you should never become louder than God's voice within you. നമ്മെ ഓരോരുത്തരെയും ചുറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ശബ്ദം ഒരിക്കലും നമ്മുടെ ഉള്ളിലെ ദൈവ ശബ്ദത്തെക്കാൾ വലുതാകരുത്. നമ്മെ ഓരോരുത്തരെയും ചുറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ശബ്ദം ഒരിക്കലും നമ്മുടെ ഉള്ളിലെ ദൈവ ശബ്ദത്തെക്കാൾ വലുതാകരുത്. നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 3, The divine breath is greater than digital noise. ദൈവിക ശ്വാസം ഡിജിറ്റൽ ശബ്ദങ്ങളെക്കാൾ ശക്തമാണ്. യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിയ നിമിഷം അത്യന്തം ഗൗരവമുള്ള നിമിഷം ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിൽ ജീവശ്വാസം ഊതിയതുപോലെ ഇവിടെ ക്രിസ്തു സഭയുടെ ഒരു പുതിയ തുടക്കത്തിനായി ശിഷ്യന്മാരുടെ മേൽ ജീവന്റെ ശ്വാസം ഊതുകയായിരുന്നു. പെന്തക്കോസ്ത് ആവേശം സൃഷ്ടിക്കാനല്ല, മാറ്റം സൃഷ്ടിക്കാനാണ്. ഇന്നത്തെ ലോകം വ്യത്യസ്തമാണ്. നമ്മുടെ ഒന്നും ഫോണുകൾ ഒരിക്കലും ഉറങ്ങുന്നില്ല. പുതിയ ട്രെൻഡുകളും വീഡിയോകളും അഭിപ്രായങ്ങളും നിരന്തരം നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. മണിക്കൂറുകളോളം ആളുകൾ അതിൽ ചെലവഴിക്കുന്നു. എന്നാൽ ഉള്ളിൽ ഒരു ശൂന്യത തുടരുന്നുണ്ട്. വിവരങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ആധ്യാത്മികമായ ഒരു വിശപ്പ് ഈ കാലഘട്ടത്തിൽ കൂടുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശ്വാസം ലോകത്തിന് നൽകാനാവാത്തതിനെ മനുഷ്യന് നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശ്വാസം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകത്തിന് നൽകാനാവാത്തതിനെ മനുഷ്യന് നൽകുന്നു. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ബന്ധങ്ങൾ ലഭിക്കും, പക്ഷെ ദൈവിക സഹവാസം ലഭ്യമാവുകയില്ല. വിനോദങ്ങൾ താൽക്കാലികമായ സന്തോഷം നൽകും, എന്നാൽ സ്ഥിരമായ സമാധാനം നൽകില്ല. വിദ്യാഭ്യാസം അറിവ് നൽകും, എന്നാൽ ദൈവിക ജ്ഞാനം നൽകുകയില്ല. എ ജനറേഷൻ കണക്റ്റഡ് ടു വൈഫൈ may still be disconnected from heaven. വൈഫൈയോട് ബന്ധിപ്പിക്കപ്പെട്ടതായ ഒരു തലമുറ ഒരുപക്ഷെ സ്വർഗത്തോട് വിച്ഛേദിക്കപ്പെട്ടിരിക്കാം. അങ്ങനെയാകുന്നൊരു തലമുറയായി തീരുവാൻ പാടില്ല. എപ്പോഴും സ്വർഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന തലമുറകളെ നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. 4, ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും ദൗത്യത്തിലേക്കാണ് നയിക്കുന്നത്. ഗോഡ്സ് വോയിസ് ഓൾവേസ് ലീഡ്സ് ടു മിഷൻ. ശിഷ്യന്മാർക്ക് സമാധാനം നൽകിയ ശേഷം യേശു അവർക്കൊരു ലക്ഷ്യവും നൽകി. പെന്തക്കോസ്ത് അനുഭവം കാണികളെയല്ല സൃഷ്ടിച്ചത്, സാക്ഷികളെ സൃഷ്ടിച്ചു. സഭ സുഖകരമായി
ജീവിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരെ അല്ല സൃഷ്ടിക്കപ്പെടേണ്ടത്, പിന്നെയോ പുറപ്പെട്ട് സുവിശേഷം പങ്കിടുന്നവരെ സൃഷ്ടിക്കുന്ന വലിയ ദൗത്യം സഭ ഏറ്റെടുക്കണം. ഇന്ന് അനവധി പ്രസംഗങ്ങൾ ജനങ്ങൾ കേൾക്കുന്നു, കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്നു, ഓൺലൈൻ സന്ദേശങ്ങൾ അതിലേറെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ജീവിതം മാത്രം മാറുന്നില്ല. പരിശുദ്ധാത്മാവ് വിശ്വാസികളെ ദൗത്യത്തിനായിട്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്, പുതിയ ഉത്തരവാദിത്തങ്ങൾക്കായിട്ട് ബലപ്പെടുത്തുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ മാത്രമല്ല വിളിക്കുന്നത്, തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ കൂടിയാണ് വിളിക്കുന്നത്. മെനി നോ സർമൺസ്, ഫ്യൂ ബിക്കം സർമൺസ്. പലരും പ്രസംഗങ്ങൾ അറിയുകയും ചെയ്യുന്നു, എന്നാൽ കുറച്ചുപേർ മാത്രമാണ് പ്രസംഗമായി മാറുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതം ഒരു പ്രസംഗമായി മാറുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇൻ എ വേൾഡ് ഓഫ് മെനി വോയിസസ് ഡിസേൺ ദ ഡിവൈൻ വോയിസ്. അനേകം ശബ്ദങ്ങളുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുക. ഓരോ തലമുറയ്ക്കും മത്സരിക്കുന്ന ശബ്ദങ്ങളാണ്. ഇന്നത്തെ സംസ്കാരം പറയുന്നു, വികാരങ്ങളെ പിന്തുടരുക, സത്യം നിർവചിക്കുക, സ്വന്തമായി പ്രശസ്തി നേടുക, വിജയത്തിനായി എന്തും ചെയ്യുക. എന്നാൽ തിരുവെഴുത്ത് വേറൊന്നാണ് പഠിപ്പിക്കുന്നത്. ഏലിയാവിന് ദൈവം തൻ്റെ ദൗത്യം അറിയിക്കുന്നത് കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ വന്നിട്ടല്ല, മറിച്ച് സൗമ്യമായ ഒരു മൃദു സ്വരത്തിലൂടെയാണ്. ദൈവം പലപ്പോഴും നിശബ്ദതയിൽ സംസാരിക്കുന്നു. നമുക്ക് ഇന്നൊരു ആധ്യാത്മിക വിവേചനം ആവശ്യമാണ്. എല്ലാ ട്രെൻഡുകളൊന്നും പിന്തുടരേണ്ട ആവശ്യമില്ല. എല്ലാ ജനപ്രിയ ശബ്ദങ്ങളും സത്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. The enemy shouts to distract, God whispers to draw us near. ശത്രു ശ്രദ്ധ തിരിക്കുവാൻ ഉറക്കെ വിളിക്കുന്നുണ്ട്. ദൈവം നമ്മെ അടുപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ മൃദുവായ ശബ്ദത്തിലൂടെ സംസാരിക്കുന്നു. ശബ്ദങ്ങളുള്ള ഈ ലോകത്ത് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.